ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്തെന്ന് വെച്ചാൽ ഞങ്ങളെ ഏകപുത്രനായ ഉണ്ണിക്കണ്ണൻ ആദ്യമായി സ്കൂളിൽ പോവുകയാണ് ഗൈസ്. എന്താവോ എങ്ങനെയാവോ ഒന്നും ഒരു പ്രതീക്ഷയുമില്ല. കാരണം അവൻ അംഗൻവാടിയിലൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്തൊക്കെ പല സ്ഥലങ്ങളിലും താമസിക്കുമ്പോൾ അവനെ അംഗൻവാടി കൊണ്ടുപോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് പറിച്ച് വേറൊരു സ്ഥലത്തോട്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പം അംഗൻവാടിയിലൊന്നും പോകണ്ട, സ്കൂളിൽ പോയാൽ മതി. അങ്ങനെ അവൻ്റെ അപ്പൻ്റെ കൈയും പിടിച്ച് അവൻ സ്കൂളിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി എന്താവോ എങ്ങനാവോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കരച്ചിലും ബഹളവും ആവോ സന്തോഷമായിരിക്കുമോ ഒന്നും എനിക്ക് എന്തായാലും സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും ഉണ്ട് ഗൈസ്. എന്തെന്ന് വെച്ചാൽ ആദ്യമായിട്ടല്ലേ അവൻ എങ്ങനെ കുറേ സമയം ഇങ്ങനെ സ്കൂളിലൊക്കെ പോയിരിക്കുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു സങ്കടം. പിന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ മറ്റേ പ്രസംഗവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേരുടെ കുറേ കലാപരിപാടി, അതായത് കുഞ്ഞു പിള്ളേരെ വരവേൽക്കാൻ വേണ്ടി, അതുപോലെ തന്നെ കുഞ്ഞു മക്കൾ UKGയിലും 1ാം ക്ലാസ്സിലും ഒക്കെ ഉള്ള മക്കളുടെ ഡാൻസും പാട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നേ. ഓരോ ക്ലാസ്സിലെ മക്കൾക്കും ഓരോ കളർ യൂണിഫോം ആയിരുന്നേ ടീച്ചർ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ എല്ലാവരും കൂടി മിക്സ് ചെയ്ത് ആകെപ്പാടെ കൊളായി പോവും. ആദ്യമായിട്ട് പോവില്ല, അതിൻ്റേതായിരിക്കും. അതാകുമ്പം എളുപ്പം ക്ലാസ്സുകളിൽ ചെന്നെത്താൻ പറ്റുമായിരുന്നു കേട്ടോ. 4 ദിവസം ഇവർക്ക് 4 കളർ യൂണിഫോം ആയിരുന്നു. ആ 4 കളറും ഓരോ ക്ലാസ്സുകാർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെയിട്ട് അവസാനമാണ് ഉണ്ണിക്കണ്ണൻ്റെ ക്ലാസ് വിളിച്ചത്. ഉണ്ണിക്കണ്ണൻ്റെ കൂട്ടുകാർ തക്കുടും നാനിക്കുട്ടനും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ ക്ലാസ് വിളിച്ച് ഉണ്ണിക്കണ്ണൻ താൻ്റെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. എന്താവുമെന്നറിയാൻ വയ്യ. നല്ല സന്തോഷത്തിൽ തുള്ളിച്ചാടി ബാഗൊക്കെ ഇട്ടാണേ പോകുന്നത്. എനിക്കറിഞ്ഞൂടെ ദൈവമേ എന്തായി തീരുമോ എന്തോ. അങ്ങനെ ഞങ്ങളിത് ആ ക്ലാസ്സിൻ്റെ വാതിലിലെത്തിയിട്ടുണ്ട്. അവൻ അങ്ങനെ ഇതൊരു ക്ലാസ് ആണെന്നും അവിടെ കുറേ നേരം ഇരിക്കണമെന്നും അതൊന്നും അവനത്ര എന്താ പറയുന്നത് ഇതാക്കിയിട്ടില്ല. അവൻ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കുട്ടികളെ ആകർഷിപ്പിക്കാൻ വേണ്ടി കുറേ കലാപരിപാടികൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷിച്ചാണ് ക്ലാസ്സിലോട്ട് ചെന്നത്. ക്ലാസ്സിൻ്റെ വാതിൽ ചെന്നപ്പോൾ പിള്ളേരെല്ലാവരും ക്ലാസ്സിലോട്ട് കയറിയപ്പം അവൻ ക്ലാസ്സിലോട്ട് കയറിയില്ല. അപ്പനായിട്ട് നിന്ന് കളിക്കുമായിരുന്നു. അങ്ങനെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റിൽ തന്നെ അവൻ പോയിരുന്നു. അവൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാവരും ഒരു ക്ലാസ്സിലായിരുന്നു. അതുകൊണ്ട് വലിയ ബഹളമോ കാര്യങ്ങളൊന്നും കാണത്തില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ച്. അങ്ങനെ ഞങ്ങൾ പിള്ളേരെല്ലാം അവിടെ ഇരുത്തിയിട്ട് അമ്മമാരെല്ലാവരും പുറകോട്ട് പോകാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പുറകിലോട്ടൊന്ന് ഇറങ്ങി നിന്നപ്പോഴത്തേക്ക് കൂടെ ഇറങ്ങി വരുവാണ് എൻ്റെ. പിന്നെയും ഞാൻ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുത്തിയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതുപോലായി ഗൈസ്. ആകെപ്പാടെ കരച്ചിലായി, നിലവിളിയായി. എന്നെ ഇരുത്തിയിട്ട് പോവല്ലേ അമ്മ എന്നും പറഞ്ഞ് എന്നെ തിരിഞ്ഞു നിന്ന് നോക്കി കരച്ചിലായിരുന്നു. ഉണ്ണിക്കണ്ണൻ കരയുന്ന കണ്ടപ്പോൾ കൂടുള്ള 2-3 മക്കളുമാരും കരച്ചിലായി കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരെയും ടീച്ചർമാർ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. കൂടെ ആ ടീച്ചർമാരുടെ കയ്യിലിരിക്കുന്ന സ്റ്റാർ പോലത്തെ ആ വടിയുണ്ടല്ലോ, അതും കൊടുത്ത് അവരെല്ലാവരെയും സമാധാനിപ്പിച്ച് നാളെ എല്ലാവരും മിടുക്കരായിട്ട് ക്ലാസ്സിൽ വരണമെന്ന് പറഞ്ഞ് ടീച്ചർമാർ വീട്ടിലോട്ട് വിട്ടു. അത് കിട്ടിയപ്പോഴത്തേക്ക് കുറച്ച് പേരുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ചിലരാണെങ്കിൽ വീട്ടിലുള്ള ഇത്തമാർക്കും അനിയത്തിമാർക്കും ഒക്കെ ഈ കളിപ്പാട്ടം ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരെണ്ണമല്ല, അവർക്ക് 2 എണ്ണം വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ടീച്ചർമാർ പിന്നെ പിള്ളേരെ കൊണ്ട് പാട്ടൊക്കെ പഠിപ്പിച്ച് 2-3 പിള്ളേരെയൊക്കെ കൊണ്ട് പാട്ടൊക്കെ പഠിപ്പിച്ച്. ഉണ്ണിക്കണ്ണൻ അങ്ങനെ അംഗൻവാടിയിലൊന്നും പോകാത്തത് കൊണ്ട് തന്നെ അങ്ങനെ പാട്ടുകളൊന്നും കാര്യമായിട്ട് അറിഞ്ഞൂടാ കേട്ടോ. ചില പാട്ടുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തുള്ള അറിവുണ്ട്. പിന്നെ ഈ ഗിഫ്റ്റും മേടിച്ചുകൊണ്ട് എല്ലാവരും വീട്ടിലോട്ട് യാത്രയായി. ഇനി നാളെ രാവിലെ തന്നെ റെഗുലർ ക്ലാസ് തുടങ്ങിയാണ്. സ്കൂൾ ബസ്സിൽ തന്നെ എല്ലാവരും സ്കൂളിലെത്തിച്ചേരണമെന്നൊക്കെ മിസ്സ് പറഞ്ഞു. പിന്നെ അവർക്കൊരു ഡയറിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഡയറിയൊക്കെ കൊടുത്ത് അതെല്ലാം ഫില്ല് ചെയ്തുകൊണ്ടെന്നൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഉണ്ണിക്കണ്ണന് കിട്ടിയ സ്റ്റാർ ഉണ്ണിക്കണ്ണൻ ബാഗ് തുറന്ന് ബാഗിനകത്തോട്ട് വെക്കുന്നതാണ് ഞാൻ കാണുന്നത്. എനിക്കിതൊക്കെ കണ്ടപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഗൈസ്. എന്തെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എൻ്റെ മോൻ ഇത്ര വലുതായല്ലോ, ഇവൻ ഇങ്ങനെയൊക്കെ തന്നെയൊക്കെ ചെയ്യുന്ന കണ്ടപ്പം എന്തോ ഒരുപാട് സന്തോഷമായി എനിക്ക്. അങ്ങനെ പിന്നെ അവൻ അവിടെ കൊണ്ടുവന്ന് അവരെ മറ്റേ കളിക്കുന്ന പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ അവരൊക്കെ അക്ഷരമൊക്കെ എഴുതി കളിക്കുമായിരുന്നു. അവിടെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കുറച്ച് നേരം കളിപ്പിച്ച് അവൻ്റെ ആ സങ്കടമൊക്കെ മാറ്റി ഒന്ന് സന്തോഷിപ്പിച്ച് നാളെയും ഇങ്ങോട്ട് വരണ്ടേ, അതിനുള്ളതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് വീട്ടിലോട്ട് യാത്രയായി.